തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. ആശുപത്രിയിൽ പ്രതിഷേധം. അടിയന്തരമായി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രദീപ് പാറശാല ചേരുന്ന വിവരങ്ങളുമായി. പ്രദീപ്, ഏതായാലും ഈ ഒരു സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ സംഭവിച്ചത്. ഒരു നെഞ്ചുവേദനയുമെത്തിയ രോഗിയെ ക്യൂവിൽ നിർത്തിയ എന്നാണ് വലിയൊരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് കൃത്യമായി ചികിത്സ ECG ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം കാഷ്വാലിറ്റിയിൽ കസേരയിരിക്കുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു എന്നുള്ള കാരണമാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലെ അധികൃതർ നമ്മളോട് പറഞ്ഞത്. എന്നാൽ അതിനെയെല്ലാം ആ അധികൃതരുടെ ആരോപണങ്ങളെല്ലാം തള്ളിയാണ് ഇപ്പോൾ കുടുംബവും സമീപവാസികൾ ഉൾപ്പെടെ നിൽക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ രാജേഷിന്റെ മൃതദേഹം ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിലുപരി കൃത്യമായും CCTV ഉൾപ്പെടെയുള്ള പരിശോധന നടത്തി അതിന്റെ നോക്കിയിട്ട് വിലയിരുത്തിയാണ് മറ്റുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ള രീതിയും പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഇത്തരത്തിൽ രാജേഷിനെ മാറ്റി നിർത്തി ക്യൂവിൽ നിർത്താൻ പറഞ്ഞ ആ സുരക്ഷാ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരം കൂടി നമുക്ക് പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. രാവിലെ തന്നെ നെയ്യാറ്റിങ്കര DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിൽ ആശുപത്രിയുടെ ആ ഭാഗത്തുണ്ടായിരുന്ന CCTV ഉൾപ്പെടെയുള്ളവ നോക്കി പരിശോധന നടത്തുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷമാവും കൃത്യമായിട്ടുള്ള നടപടി. ഇവർ പറയുന്നത്, ആശുപത്രി അധികൃതർ പറയുന്നത് പോലെ കൃത്യമായും രാജേഷിന് ചികിത്സ മുടങ്ങാത്ത രീതിയിൽ കൃത്യമായി കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇനി ഈ ആരോപണങ്ങൾ മാറ്റേണ്ടി വരും. എന്തായാലും കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ സാധിക്കും. ദീപ്തി, ശരി. എന്തായാലും നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ഏതായാലും നടപടി ഉണ്ടായിരിക്കുകയാണ്. സെക്യൂരിറ്റി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രതിഷേധവും ഉടലെടുക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സംഭവത്തിൽ അടിയന്തരമായി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്.